ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെ നമ്മുടെ കാമുകന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല, കല്യാണം കഴിച്ച 2 പേരാണ് ഇരിക്കുന്നത്. അതെ, ഒരു മാസം വിളിക്കാതിരുന്നിട്ട് പിന്നെ വിളിച്ചു. മിണ്ടി 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 പിന്നെ പറയണ്ടല്ലോ, നമ്മൾ പ്രണയത്തിലായി. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു എനിക്കിഷ്ടമാണ്. പറഞ്ഞോ, ഞാൻ ഓർക്കുന്നില്ല. എടോ ഇയാളെ എന്തിനാണോ പ്രേമിച്ചു? ആ കൊച്ചിനൊന്നും ഓർമ്മയില്ല. പിന്നെ എങ്ങനായിരുന്നു മുന്നോട്ടുള്ള സഞ്ചാരം? പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും. എന്നുവെച്ചാൽ വീട്ടിൽ ഫോണില്ലല്ലോ. പിന്നെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ബൂത്തിൽ നിന്നൊക്കെ വിളിക്കും, വല്ലപ്പോഴും ഒക്കെ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞു, എടി നീ ഒരു ഫോൺ വാങ്ങിക്ക്, സീക്രട്ട് ആയിട്ട് വെക്കെന്ന് പറഞ്ഞു. എന്റെ ഒക്കെ കയ്യിൽ ഫോൺ കൊണ്ടിരിക്കുന്ന എല്ലാ കാമുകന്മാരും വീട്ടിലെ ഫോൺ പിടിച്ച അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെന്ന് വേറൊരു ഫോണും കൂടി വാങ്ങണം. ആവശ്യം നമ്മുടെ അല്ലേ? വാങ്ങിച്ചു. എന്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തു. കുറച്ച് കാശ് എന്റെ സേവിങ്സ് ഉണ്ടായിരുന്നു, അതെടുത്തു. ബാക്കി എന്റെ ഫ്രണ്ട് വന്നിട്ട് പയ്യെ തന്നാ മതി. നല്ല ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ എവിടെ കിട്ടും? കാരണം പലർക്കും ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് മേടിച്ചു. പിന്നെ രഹസ്യമായിട്ട് വിളിക്കുമായിരുന്നു. ഏതാണ്ട് 2 മാസം ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെയും പിടിച്ചു. എന്റെ ഡച്ചു കൊച്ചി ഇത്ര മണ്ടിയാണോ? മണ്ടിന്നല്ല, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഉറക്കി സംസാരിക്കത്തുള്ളൂ. അപ്പൊ എന്താ പറ്റുന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർ കേൾക്കും. ഉറപ്പല്ലേ? 2ാമത്തെ പ്രാവശ്യം ആരും അറിയാതെ ഫോൺ വാങ്ങിച്ചപ്പോഴും ഉറക്കി സംസാരിക്കും. ആ ഫോണില് അലാം വെക്കും. അല്ല, രഹസ്യമായി വാങ്ങിച്ച ഫോണില് പഠിക്കാൻ വേണ്ടി അലാറം വെച്ചു. ഫോണിൽ തന്നെ വെക്കണമല്ലേ? അതുകൊണ്ടാണ് വീട്ടിൽ പിടിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. ഇനി ക്ലാസ്സിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഭയങ്കര സങ്കടമായി. എന്നിട്ട് 1-2 ആഴ്ച ക്ലാസ്സിൽ വിടാതിരുന്നു. ക്ലാസ്സിൽ അറ്റൻഡൻസ് പോകുമ്പോ ഇനി പഠിക്കണ്ട, ആ രീതിയായി. അങ്ങനെ ആയപ്പോ എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ കാണാതെ ഇപ്പൊ എന്താണെന്നറിയാൻ വേണ്ടി എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 6 കുട്ടികൾ വന്നു വീട്ടില്. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം, ഇത് റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി. അവര് വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവളെ വീട് കൊറേ പോർഷൻസ് ഒക്കെ ആയെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ വീട്ടുകാർക്ക് പിന്നെ വിടാൻ തോന്നി വിട്ടു. അല്ല, സത്യത്തിൽ എന്തിനാ അവരെ എതിർത്തെ? ഞാൻ വീട്ടിൽ നേരത്തെ ക്ലൂ കൊടുത്തിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ലവർ ആണെന്നല്ല, എന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴേ വീട്ടിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വീട്ടിൽ ഇങ്ങനെ മെസ്സേജോ ഫോൺ ചെയ്യണോ എന്തോ കേട്ടപ്പോ നേരത്തെ പറഞ്ഞ ആളാണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മുടെയാണ് കുറ്റം. പലപ്പോഴും പ്രണയങ്ങളുടെ വീട്ടിൽ നമ്മളെ പിടിക്കുന്നത് നമ്മുടെ തന്നെ തെറ്റുകൊണ്ടാ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ പക്ഷെ നമുക്കറിയാം പിന്നെ ഇവരെങ്ങനെയാ മുന്നോട്ട് പോയത്. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു, ഡച്ചു ആൻഡ് ടിൻറ്റു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് 2 തവണയാണ് പ്രണയം വീട്ടിൽ പിടിച്ചത്, അത് 3 മാസത്തെ ഗ്യാപ്പില്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ചോദിക്കട്ടെ, ഡച്ചു പിന്നെ എങ്ങനെ ശരിയാക്കി? വീട്ടിൽ ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പോ ഫോൺ പിടിച്ചതിന് ശേഷം ഇത് ഫ്രണ്ട്സ് പോയി സംസാരിച്ചു, തിരിച്ച് ക്ലാസ്സിൽ കയറി. പിന്നെ വീണ്ടും എനിക്ക് കോൾസ് കിട്ടി. അല്ല, ഈ 2 ആഴ്ച ഒരു കോളും ഇല്ല? ഇല്ലില്ല, കോളൊന്നുമില്ല. മുഴുവൻ നേരം വീട്ടിൽ മോണിറ്റർ ചെയ്യായിരുന്നോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ, പിന്നെ മോണിറ്ററിന്റെ ആവശ്യമില്ല. അപ്പം ക്ലാസ്സിൽ പോയി തുടങ്ങിയ ശേഷം വീണ്ടും എനിക്ക് ഫോൺ കോൾ കിട്ടി. അങ്ങനെ ടിൻഡുവിന്റെ ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ആളെ വിട് സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരു ഞായറാഴ്ച വീട്ടിൽ നിന്ന് എൻ്റെ ഫാദറിനെയും ചേട്ടനെയും കസിൻസിനെ ആയിട്ട് വിട്ട് അവര് വീട്ടിൽ വെച്ചിട്ട് ടിൻഡുവിന്റെ പപ്പയും അമ്മയും എഗ്രീഡ് അല്ല എന്ന് പറഞ്ഞു. എന്താ റീസൺ പറഞ്ഞു? അവര് എന്നെ കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ ഇല്ലാണ്. അവരോട് ഒരു റീസണും പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമല്ല എന്ന രീതിയിൽ പറഞ്ഞു കേട്ടു. ഇല്ല, അതിൽ മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ ചെന്ന് പറഞ്ഞ ഉടനെ അച്ഛനും അമ്മയും റെഡി ആയിട്ട് ഇറങ്ങി, അവിടെ നമ്മളൊരു യുദ്ധം നടത്തി? അല്ല, വീട്ടിൽ നേരത്തെ മുതൽ അറിയാൻ പറ്റും. ഞാൻ എന്ത് സംരംഭം തുടങ്ങിയാലും അത് ആദ്യം വീട്ടിൽ പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. ഇതുപോലൊരു സംരംഭം അതിന് മുന്നേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാം വീട്ടിൽ അറിയിച്ചാ? അതെ, സൈഡ് തന്നെ അച്ഛനും അമ്മയും 2 പേരും. സൈഡ് എന്നല്ല, ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കില്ല എന്നവർ വിശ്വസിച്ചു. പിന്നെ ഫാദർ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ആക്റ്റീവാണ്. അപ്പൊ ഇക്കാര്യം പറഞ്ഞപ്പോ തന്നെ ചോദിക്കുന്നതിൽ തെറ്റില്ലല്ലോ, അതുകൊണ്ട് പോയി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഈ കൊച്ചിനെ അങ്ങോട്ട് കേട്ട് ചേരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർ വിഷമത്തോടു കൂടി തിരിച്ചു വന്നു. പോയ സമയം അത്രയും നമ്മുടെ. പക്ഷെ അതിലൊരു തമാശയുണ്ട്. പോയി വന്ന് തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോ തന്നെ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞു. അത്രയ്ക്ക് ഒരു എനർജറ്റിക് ആയിരുന്നു എന്നെ. നാളെ തന്നെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാൻ പറയുന്ന നല്ലൊരു അങ്കിൾ. ആ അങ്കിളിന്റെ അഡ്രസ്സ് എനിക്ക് ആവശ്യമുണ്ട് ഇതിന് ശേഷം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഈ പാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇനിയും ചോദിച്ചു വെക്കട്ടെ കൂടുതൽ വിശേഷങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.
ലവ് എഫ് എമ്മിൽ അത് ലവ് ബൈറ്റ്സ് കൂടെ റീനു, എൻ്റെ കൂടെ പ്രണയ കഥ പറയുന്നത് ഡച്ചു ആൻഡ് ടിൻറ്റു. അപ്പോൾ വലിയച്ഛൻ ഇങ്ങനെ വന്ന് പറഞ്ഞു നീ രജിസ്റ്റർ ചെയ്തോന്ന്, എന്നിട്ട് ചെയ്തോ? രജിസ്റ്റർ ചെയ്തു, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഉപദേശം ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ തിരിച്ചു വന്നു, അപ്പൊ അതിനിടയിൽ അവിടെ നടക്കുന്ന ടിൻറ്റു പഠിക്കാൻ പോയി, അവിടുന്ന് കോൾസ് നടക്കുന്നുണ്ട്, അതെല്ലാം പിന്നെ കോൾസ് നടക്കുന്നില്ല, പിന്നെ കോൾ ചെയ്യാൻ പറ്റാതെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും വിളിക്കുന്നില്ലേ? ഇല്ല, അത് എല്ലപ്പോഴും. അപ്പൊ അങ്ങനെ ആയപ്പോ പിന്നെ ഒരു ഐഡിയ ഉള്ളത് ഇമെയിൽ അയക്കാന്നുള്ളതായിരുന്നു. അത് പിന്നെ തടയാൻ പറ്റില്ലല്ലോ. ഒരു അതിനകത്ത് പറയാണ്ടെന്നുണ്ടെങ്കിൽ ജനുവരി 26 ആണ് ടിൻഡുവിന്റെ ബർത്ത്ഡേ. അപ്പൊ അതിന് തലേ ദിവസം 25-ാം തീയതി ഞാൻ പ്ലാൻ ചെയ്ത് വീട്ടിൽ വന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത്, വീട്ടില് മമ്മിയുണ്ട്, എന്റെ സിസ്റ്റർ ഉണ്ട്. വീട്ടിൽ കൊണ്ടുപോയല്ലേ അതിന് മുന്നേ? എന്റെ വീട്ടിൽ കൊണ്ടുപോയി കേക്കൊക്കെ മുറിച്ച് ഒരു സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ ഇയാളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ ഇയാളുടെ മനസ്സിൽ സന്തോഷം വന്നു. അന്ന് രാത്രി ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. 27-ന് ടിൻഡുവിൻ്റെ ഒരു സാറിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് സാറിൻ്റെ മാരേജിന് പോകാൻ വേണ്ടിയിട്ട് കോളേജിലെ കുറച്ച് ഫ്രണ്ട്സ് തീരുമാനിച്ചു. അപ്പം ആ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് കറങ്ങാൻ പോവുക, ഈ ഒരു പ്ലാനിങ്ങോടെ എനിക്ക് ഇയാൾ മെസ്സേജ് അയച്ചു. പക്ഷേ ബുദ്ധിമതിയായ എൻ്റെ ഭാര്യ മെസ്സേജ് അയച്ചിട്ട് ലോഗ് ഔട്ട് ചെയ്തില്ല. ആ പേജ് അങ്ങനെ തന്നെ വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. മണ്ടത്തരത്തിന് ലിമിറ്റില്ല എന്ന് പറയുന്നത് ഇങ്ങനെയാ? എന്റെ ദൈവമേ. അത് വീട്ടിൽ പിടിച്ചു. പഴയ മെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം മുതൽ മുഴുവൻ അതങ്ങ് പിടിച്ചു അങ്ങോട്ട്. അപ്പൊ അതിത്തിരി സ്ട്രോങ് ആയി ആ ഒരു പിടുത്തം. അപ്പൊ കുറച്ചും കൂടി പിന്നെയും ബ്രേക്ക് ആയി. അതിനിടക്ക് ഞാൻ പ്രപ്പോസ് ചെയ്തു. പപ്പനെ വിളിച്ച് ഞാൻ ചോദിച്ചു, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ, നല്ല രീതിയിൽ നോക്കിക്കൊള്ളാമെന്നാ പറഞ്ഞു. പക്ഷെ അപ്പോഴും പപ്പ സമ്മതിച്ചില്ല. എനിക്ക് ലോഗ് ഔട്ട് ചെയ്യാത്തവരെയാണ് ഇഷ്ടപ്പെട്ട്. കൊള്ളാം. അത് കഴിഞ്ഞു പിന്നെയും സോൾവ് ആയിട്ട് വീട്ടില് കുഴപ്പമില്ല. 2 ആഴ്ച എന്തോ കഴിഞ്ഞപ്പോൾ വീണ്ടും കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നു. കോളേജ് വിട്ടു. പക്ഷെ നേരത്തേനേക്കാളൊക്കെ ഒരുപാട് സർവിലൻസിലായിരുന്നു പോയിരുന്നത്. കോളേജിൽ കൊണ്ടാക്കും, കോളേജിൽ നിന്ന് പിക്ക് ചെയ്യും, ടീച്ചർമാരുടെ അടുത്ത് ഇൻഫോം ചെയ്തു, ഫ്രണ്ട്സിന്റെ അടുത്ത് ഇൻഫോം ചെയ്തു. ഒരു എന്താ പറയാ, ഒരു തരത്തിലും ചാടി പോരുത്. പക്ഷേ ഞാൻ ആരാ മോൻ, അവിടെ നിന്ന് ചാടിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തു. ആ കഥയാണ് ക്ലബ് എഫ് എം ലവ് ബൈറ്റ്സിൽ എനിക്ക് ഇനി അറിയാനുള്ള. ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വീട്ടിൽ പറഞ്ഞ് പ്രശ്നമായിട്ടിരിക്കുന്ന എല്ലാവരും ഇരിക്കുക, ഇത് കേൾക്കണം, എന്നിട്ട് വേണം നമ്മുടെ ഭാവി നമുക്ക് തീരുമാനിക്കാൻ. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ് എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's #1 FM, Club FM. This is Love Bites. കൂടെ റീനു. നമ്മൾ എന്തായിരുന്നു ചെയ്ത? ക്ലാസ്സിൽ നിന്ന് ചാടിച്ചോണ്ട് രജിസ്റ്ററോ? എങ്ങനെ സാധിച്ചു? ഇത്രയും പേര് നോക്കി നിൽക്കുക. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നൊരു ദിവസം ഒളിച്ചോടി പോകാം എന്നും പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞു, അന്നൊരു എനിക്കൊരു എക്സാം ഉണ്ട്, അതുകൊണ്ട് അന്ന് പോകണ്ട, നമുക്ക് വേറെ ഒരു ദിവസം പോകാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഇറങ്ങി വെറുതെ ചുമ്മാ ഇറങ്ങി പോകണം ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ബെറ്റർ തിങ് രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഞാൻ അങ്ങനെ ആ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ടിൻഡുവിന്റെ അടുത്ത് പറഞ്ഞു. ടിൻഡു എഗ്രീഡ് ആയി. അങ്ങനെ ഞങ്ങൾ 2 കൂടെ തീരുമാനിച്ച ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്ത് അന്ന് ചെന്ന് രജിസ്റ്റർ ചെയ്തു. ഏതായിരുന്നു ആ ദിവസം? രജിസ്റ്റർ ചെയ്തത് സെപ്റ്റംബർ 13-നായിരുന്നു. രജിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻ കൊടുത്ത ദിവസം സെപ്റ്റംബർ 13-നായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇന്ന് ഇനി പോകേണ്ടത് 30 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. ഇത് ആരുടെ ഫോണായി ഉപയോഗിക്കുന്നത്? ഇതൊക്കെ പറയാൻ ടിൻഡുവിന് എങ്ങനെ കിട്ടുന്നു? അതൊരു ഫ്രണ്ട് അല്ല, ഞാൻ തന്നെ പോയി കോൾ ചെയ്യൂ. അങ്ങനെയല്ല, ഇതെല്ലാം പറയാൻ വേണ്ടിട്ട് ഇടയ്ക്ക് പറ്റില്ല. എനിക്ക് അങ്ങോട്ട് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യും. എന്നിട്ട് ടിൻഡു സൗകര്യം പോലെ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിക്കും. എന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ദൈവത്തിന് ആ ഒക്ടോബർ 15-നാണ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തത്. അന്ന് തന്നെ ഇയാളുടെ കോളേജിൽ ആർട്സ് ആയിരുന്നു. അന്ന് കളർ ഡ്രസ് ഇടാം, അറ്റൻഡൻസ് ഇല്ല, അവിടെ ചെല്ലണം, എല്ലാം മീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കാറിൽ ഇയാളെ പിക്ക് ചെയ്തു, രജിസ്റ്റർ മാരേജ് ചെയ്തു, തിരിച്ചു വന്ന് കോളേജിൽ കൊണ്ടാക്കി. ദൈവഭാഗ്യത്തിന് ആ കൊണ്ടാക്കി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മമ്മി വന്ന് ഇയാളെ പിക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക്. ആ ചെറിയ ഗ്യാപ്പ്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ചോദിക്കുന്നത്. ഇഫ് യു വോണ്ട് ടു സെൻഡ് എ മെസ്സേജ്, യു വോണ്ട് ടു ആസ്ക് സംതിങ്, ദി നമ്പർ ഈസ് 567678. ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.